വാ. ഇന്നലെ എത്ര വിളിച്ചിട്ട് നിന്നെ കിട്ടിയില്ല. ഇവിടെ ആകെ പ്രശ്നമാ. വാടാ. വെറുതെ അല്ല സേതു പ്രശ്നം ഉണ്ടാകുന്നത്. അവൻ ജോലിക്കായി പോയപ്പോ നീ അവനെ മറന്നു. നിന്റെ അച്ഛനാണ് ആ കുടുംബത്തിന് എന്തോരം ഉപദ്രവിച്ചു. അതൊക്കെ നാട്ടുകാർ വെറുതെ പറഞ്ഞോണ്ട് വെച്ചു. എന്തൊക്കെയായാലും സേതുവേട്ടൻ നിന്നെയും വിടില്ല, എന്നെയും വിടില്ല. നീ പോലീസായത് ഭാഗ്യം. സമാധാനിക്ക് ശ്രീ. നിങ്ങൾ ഇരുവരും ഇഷ്ടത്തിലായിരുന്നില്ലേ? പിന്നെന്താ അവൻ ഒഴിവാക്കിയത്? ഞാൻ ഒഴിവാക്കിയതല്ല. അച്ഛൻ ഹോസ്പിറ്റലായപ്പോ എല്ലാ സഹായവും ചെയ്തു തന്നത് ചന്തുവേട്ടനാ. സാഹചര്യം അതായിരുന്നു. പിന്നെ ഒരു കാര്യം, ചന്തു ബാംഗ്ലൂരിൽ എത്തിയിട്ടില്ല. ഇന്നലെ ഞാൻ വിളിച്ചിരുന്നു, റിംഗ് ചെയ്യുന്നുണ്ട്, എടുത്തില്ല. നിന്നെ വിളിച്ചുവോ? ഇല്ല. വരൂ, വീട്ടിലേക്ക് പോകാം. നിങ്ങളിപ്പോ ഈ നിമിഷം എന്നോടൊപ്പം വരണം. കേരള വണ്ടിയിൽ. വിഷമം ഞാൻ മാറ്റിത്തരാം. നടക്കണത് മാറിനിക്കടി. സാറേ, ആരും പറഞ്ഞിട്ടല്ല ഞാൻ അവിടെ പോയത്. സേതുവട്ടനെ അവര് പറഞ്ഞു ചതിച്ചു. സഹിച്ചില്ല സാറേ. ഒത്തിരി സഹായിച്ച ആളാണ്. മതി മതി, നിനക്കുള്ള പണി ഞാൻ തരാം. ഈശ്വര, ഇനി ഇവരൊക്കെ എന്റെ ഏട്ടനെ എന്തേലും ചെയ്യുമോ? സർ, എന്റെ ചേട്ടൻ പാവമാ, ഒന്നും ചെയ്യരുതേ. അവന് വേണ്ടത് ഞാൻ കൊടുത്തോളാം. അവൻ കൈവച്ചത് എന്റെ പെങ്ങളെയാ. നിങ്ങൾ ചെല്ല്. കൊന്നേക്കരുത്. ഇവനെ ജീവനോടാണ്, അല്ലെങ്കിൽ നിനക്ക് പണി തരുന്നത്. പോയേക്കാം. വണ്ടി കൊണ്ടുവന്നിട്ടുണ്ട്. വാ പോവാം. എടാ, എനിക്കൊരു ചായ കുടിക്കണം. നല്ല കടയുണ്ടെ നിർത്താൻ പറ. നല്ല കടയുണ്ടടാ, ഇവിടെ അടുത്ത് തന്നെ നിർത്ത്. നമ്മുടെ കമ്പനിയുടെ രഹസ്യങ്ങൾ ചോർത്തി കീമേക്സിന് നീ കൈമാറിയോ? മാനേജ്മെന്റ് ഇമെയിൽ അയച്ചിരുന്നു, നീ സൂക്ഷിച്ചോ? പ്രശ്നമാണ് സുധി. നമ്മുടെ കമ്പനിയെ നമ്മൾ ചതിച്ചുകൂടാ. നീ അതിനി ചെയ്യരുതേ. വേണമെന്ന് വെച്ചിട്ടല്ല, അത് പെട്ടെന്ന് നിർത്താനും ആവില്ല. തൽക്കാലം നീ ആരോടും പറയൂലല്ലോ. നിങ്ങൾ കാരണം ഞാനാ പെട്ടത്. എല്ലാം നശിച്ചു പോവും, നിങ്ങൾ ഓർത്തോ? ആ ബിജു നമ്മളെ കണ്ടാ ഓടി വന്നത്. ഓഹോ, അവൻ സേതുവിന്റെ ആളാണോ? അവൻ എന്നും ലോവെക്സ് ബാറിൽ വരാറുണ്ട്. അവിടെ വെച്ച് പിടിക്കാം. അവന്റെ സൂക്കേട് ഞാൻ മാറ്റി കൊടുക്കാം. എടാ, താൻ ഓഫീസിൽ വലിയ ആളായിരിക്കും, പക്ഷെ തന്റെ കളി ഇങ്ങോട്ട് എടുക്കണ്ട. അതേടോ, ഞാൻ വലിയ ആളാ. അതാണല്ലോ സേതുവേട്ടൻ ചില ചുമതലകൾ എന്നെ ഏൽപ്പിച്ചത്. ഞങ്ങൾ നിങ്ങളുടെ കാര്യത്തിൽ ഇടപെടില്ല, അതുപോലെ നിങ്ങളും ഒരു കാര്യത്തിൽ മേലാൽ ഇടപെടരുത്. ഓക്കെ? നീ ഒന്ന് കരുതിയിരുന്നോ, നാട്ടിൽ നിനക്കുള്ള പണി ആരോ തുടങ്ങിയിട്ടുണ്ട്. ആ ചന്തു ചതിയനാണ്. അവൻ ചിലപ്പോൾ നിന്നെയും ചതിക്കും. എന്നാൽ അവൻ പിന്നെ ജീവനോടെ കാണില്ല. വിചിത്രം. സ്റ്റോറി ആൻഡ് ഡയറക്ഷൻ ഗോപികൃഷ്ണൻ തൃപ്പൂണിത്തുറ.